കഴിക്കാൻ നിങ്ങൾ പോയി കിടക്കുക വല്ലതും കഴിക്കുകയൊക്കെ ചെയ്യും. മനുഷ്യർക്ക് ശല്യം ചെയ്യാൻ. എന്നാൽ പോയി കിടന്നോ തന്നെ വല്ലതും കഴിച്ചേച്ചു കഞ്ഞി കുടിച്ചേച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. പല കേൾക്കൂ കേക്ക് വാ പല കേക്ക് ആ പല ദിവസം എപ്പം പല തേച്ചില്ല വാ കേക്ക് ഒരു പ്രാവശ്യം രാവിലെ ഒരു പ്രാവശ്യത്തെ പല്ല് പരത്തേല് മതി. അത് മതി വാ ഏറ്റ് വാ തേക്ക് വാ തേക്കാനേ എന്നാ പല്ല് തേക്കാൻ എന്നാ തേച്ചതാന്നേ. ഇല്ലെന്നേ തേച്ചില്ലെന്നേ തേച്ചതാ ഇല്ലെന്ന് അതിനെ ഏറ്റിട്ട് ആരാ പല്ലിപ്പൊടി തന്നെ എത്ര പ്രാവശ്യം ഒരു ദിവസം പല്ല് തേക്കണം. ഷോ പല്ല് തേച്ചില്ല വാ ഏറ്റ് വാ നിങ്ങൾ കൊണ്ട് വെച്ച് ഞാൻ പോയി കിടന്നായൊന്നും കാര്യമില്ല വാ ഒന്ന് ഏറ്റ് പല്ല് തേക്ക് പല്ല് തേക്ക് എന്നിട്ട് കഴിക്കണ്ടേ എന്താ വല്ലതും കഴിക്കണ്ടേ അത് കഴിക്കാനാണോ? കഴിക്കാനായിട്ട് പല്ല് തേക്കാൻ ഇനി മാത്രം വലിയ ഭാരം പല്ലോ ആ പാടയില്ല അതാ സമയം വേണം. ആ അതാ പറഞ്ഞ വാ പിന്നെ ഏറ്റ് വാ പല്ല് തേക്ക് ഏറ്റ് വാ ഇച്ചിരി ഇച്ചിരി പല്ല് തേക്കാൻ എത്ര മണിക്കൂർ വേണമെന്നറിയാമോ? എന്നാ സമയം വേണം. സമയമൊന്നും വേണ്ടെന്നേ അതാ പറഞ്ഞേ വാ എന്നാ പട്ടി കിടന്ന് ഒരേക്കുന്ന പട്ടിക്ക് തീറ്റ കൊടുക്കാൻ പറയും. നിങ്ങൾ ചെയ്യാനുള്ളവരൊക്കെ പോയി ചെയ്യും. ഓരോന്നും ഓരോ കൂട്ടം ചെയ്യട്ടെ. അതിൻ്റെ ഭാഗമാ ഇത്. മനുഷ്യർക്ക് ശല്യം ചെയ്യാൻ പല്ല് തേക്കുന്ന ശല്യം ചെയ്യുവാണോ പല്ല് തേക്കാൻ പറയണത്? അതോ ബന്ധമില്ലാതെ കിടന്നോണ്ട് അതേന്നേ എന്തോ ബന്ധമില്ല എന്നാ ചെയ്യാനാ വാ എന്നിട്ട് പോകണം വാ പല്ല് തേച്ചിട്ട് പോകാനല്ല പയറ്റ് വാ. കിടക്കാനുള്ളവർ കണ്ടോ പോകാനുള്ളവർ പൊക്കോ. നമുക്ക് പോകണ്ടേ? മറ്റുള്ളവരൊന്നും അറിയണ്ട. നമുക്ക് പോകണ്ടേ? നമുക്ക് പോകണം വാ പല്ല് തേക്ക്. പോരണ്ടേന്ന് നമുക്ക് പോകാനുള്ള എങ്ങോട്ടാ? ഒരു സ്ഥലം വരെ പോകണം. ആ ഒരു സ്ഥലം വരെ പോകാനുള്ള ഒരു സ്ഥലം വരെ പോകാനുള്ളതാന്നേ. ഞാൻ കിടക്കാനുള്ളടത്തും പോകാനുള്ളടത്തും അതിലൊക്കെ ഞാൻ പൊക്കോളാം. ഞാൻ ചെയ്തോളാം. എനിക്കറിയാം. അയ്യോ ആരും പഠിപ്പിക്കുകയും വേണ്ട. ആരെയും ചെയ്യലേ ആവശ്യത്തിനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് മതി. അത് പോരാ പഠിപ്പിക്കാൻ കയറിയ അവസാനം ഒന്നുമില്ലാതെ വരും. ആരും പഠിപ്പിക്കൊന്നും വേണ്ടതേ വാ. എന്തോ ഇല്ല എന്തോ ഇല്ല. ആ എന്തോ ഇല്ല ബന്ധോ ഇല്ല അതാ കുഴപ്പം വാ എണീറ്റ് വാ നമുക്ക് പോകാനുള്ള വാ എണീറ്റ് വാ. പല്ല് തേക്കണ്ടേ? പല്ല് തേക്കണ്ടേ? പല്ല് തേപ്പിക്കാൻ വന്നിരിക്കണം. ഇത് അല്ലേ ഇതിനോട് ആരാ പല്ല് തേപ്പിക്കാൻ പറഞ്ഞേ? അമ്മയുടെ പല്ല് തേപ്പിച്ച് തരട്ടെ. അമ്മ ചെറുപ്പത്തിൽ തേപ്പിച്ചു കൊടുത്തതല്ലേ? അമ്മേ ചെറുപ്പത്തിൽ ഇതിന്റെ പല്ല് തേപ്പിച്ചു കൊടുത്തതല്ലേ? ചെറുപ്പത്തിൽ ഇതിന്റെ പല്ലൊക്കെ തേപ്പിച്ചു കൊടുത്തതല്ലേന്ന്? തേപ്പിച്ചു കൊടുത്തതല്ലേന്ന്? തേച്ച് കൊടുത്തിട്ടല്ലേ? ആ ചെറുതിലേ കുഞ്ഞായിരുന്നപ്പം അത് തേപ്പിക്കണ്ട. അമ്മേനെ തേപ്പിക്കാൻ വന്നതാ. അതുകൊണ്ട് അമ്മേനെ പല്ല് തേപ്പിക്കാൻ വന്നതാ. ഞാൻ തേച്ചതാ. അമ്മ തേച്ചില്ല. ആരും ഒന്നും തന്നില്ല. ഇതിനോട് ഞാൻ പറഞ്ഞു മകനല്ലേ കൊണ്ട കൊടുക്കാൻ. ഞാൻ പല്ലൊക്കെ തേച്ചു. ഇല്ല പല്ല് തേച്ചിട്ടില്ല കേട്ടോ. പല്ല് തേച്ചിട്ടില്ല. എന്നാ പൽപ്പൊടി വേഗം പല്ല് തേച്ചിട്ട് നമുക്ക് പോണം. വല്ല കഴിച്ചിട്ട് പോകാം കേട്ടോ. എങ്ങോട്ട് പോകാനാ? അമ്മയ്ക്ക് വീട്ടിൽ പോണെന്ന് പറയല്ലേ? പോകണ്ടേ? വീട്ടിലോട്ട് പോണം. ആ എന്നാ പല്ല് തേക്ക്. ഇവിടെ കണ്ടല്ലേ? ഇവിടെ കിടന്നിട്ട് ആര് നോക്കാനല്ലേ? എല്ലാരും നോക്കുവോ? അല്ലേ അന്തോ ഇല്ല എന്തോ ഇല്ല. അത് തന്നെ അന്തോ ഇല്ല ബന്ധമില്ലാത്ത ഇതിന്റെ കെട്ടിയോളും കൂടെ എന്നാ നോക്കാനാ? ആർക്കും വേണ്ടാത്ത ആ വെള്ളക്കൊരു വള്ളിക്കൊഞ്ഞു വിട്ട പോലെ ഇട്ടിട്ട് പോവല്ലേ? അതെ 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 അങ്ങ് സർക്കിട്ടിൽ ഇറങ്ങുക. അവരവരുടെ സ്വന്തം കാര്യമല്ലാതെ മറ്റാരുടെ നോട്ടോ. അത് തന്നെ നമ്മളെ നോക്കുന്നിടത്ത് വേണ്ടേ നമുക്ക് പോയി നിൽക്കാനല്ലേ? ആ നമ്മൾ തന്നെയാണ് നമ്മളെ കാര്യം നമ്മൾ നോക്കിയാ മതിയല്ലോ. വേറെ ഒത്തരം നോക്കണം. എവിടെയാ നമുക്ക് പോകണ്ടേ? ഒത്തരം നോക്കും പറയണ കേൾക്കും വേണം. ആരുടെ വീട്ടിൽ അമ്മയ്ക്ക് പോകണ്ടേ? എന്തായാലും കുട്ടിയമ്മ അമ്മയ്ക്ക് എവിടെയാ പോകണ്ടേ? എവിടെയാ പോകണ്ടേ? വീട്ടിലോട്ട്. അമ്മയുടെ വീട്ടില്. ഏതാ വീട് പേരെന്നാ? വീട്ടുപേരെന്നാ? എല്ലായിടത്തോട്ട് പോയാ വീട്ടുപേരെന്നാ? വല്ലവരും ചെന്നാ കേൾക്കോ? വീട്ടുപേരെന്നാ? അമ്മയുടെ വീട്ടുപേര് വീട്ടുപേര് അരയത്ത് കുത്തപ്പുര. അവിടെ കിടക്കും. അവിടെ ആരാ ഉള്ളത് നോക്കാൻ? അവിടെ ആരാ നോക്കാനുള്ളേ?
അരയത്ത് പുത്തമ്പരയിൽ ആരാ നോക്കാനുള്ളേ? എന്നാ അരയത്ത് പുത്തമ്പരയിൽ ആരാ നോക്കാനുള്ളതെന്ന്? ആര് പറഞ്ഞ ആ, മക്കളുണ്ട്. ഏത് മക്കള്? അരയത്ത് പുത്തമ്പര ഏതാ മക്കളിരിക്കുന്നത്? മക്കളൊക്കെ ആവശ്യത്തിനുണ്ട്. ഉണ്ടോ? ആ, ഒരുപാട് മക്കളുണ്ട്. ഒരുപാട് മക്കൾ വേണ്ടേ? അരയത്ത് പുത്തമ്പരയിലെ മക്കൾ നോക്കുവോ? ആ മക്കളുടെ കൂടെ അല്ലേ കാരണന്മാരൊക്കെ ഇപ്പം ജീവിക്കാൻ. ആണോ? പിന്നെ കേട്ടോ ആ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. നോക്കിയാലെന്നുള്ള. മക്കളുടെ കാര്യത്തിൽ ധൈര്യം വേണം. ആ, എൻ്റെ മക്കൾ ഇങ്ങനെയാ, അവരൊന്നും ചെയ്യല, അല്ലെ അവളൊന്നും ചെയ്യല, അവർ ഞങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ള ഓർമ്മ വേണം. ആ, അത് അല്ല ആരെങ്കിലും ചോദിച്ചാൽ പറയണം. ആ, അവർ ചെയ്യുമെന്ന് നോക്കൂന്നൊക്കെ അല്ലേ? തോന്നിയപോലെ തോന്നി പോലെ ഏതോണ്ടിതാ ഒന്നും ഒരു മക്കളും തിരിയായ ആ, ഒരു മക്കൾ നോക്കിയില്ല. ആരുടെയും കുഴപ്പമില്ല. ആ, അതൊക്കെ മക്കൾ തന്നെ വെച്ച് നോക്കണം. നോക്കിക്കണ്ട് ചെയ്യണം. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെ കാരണന്മാർ പറയണ ഞങ്ങൾ കേൾക്കുമായിരുന്നു. അത് അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചത്. ആ, അതുകൊണ്ട് ഇന്നത്തെ മക്കൾ കേൾക്കുമെന്നാണോ പറയണേ? അതുകൊണ്ട് ഇന്നത്തെ മക്കൾ അതൊക്കെ കേൾക്കുമെന്നാണോ പറയണേ? ഇന്നത്തെ മക്കളൊന്നും കേൾക്കില്ല. ശല്യം ശല്യത്തിന് ആളുണ്ട്. എന്നാ ശല്യം ഉണ്ടാക്കണേ? നന്മയൊന്നും ചെയ്യാൻ ആരില്ല. ആരുമില്ല. വഴക്കുണ്ടാക്കാൻ മാത്രമേ ആളുള്ളൂ അല്ലേ? ഒന്നിനും ചെന്നില്ലേ ആ, വഴക്കുമായിട്ട് വരും. ആ, ആരാ മക്കളാണോ വഴക്കായിട്ട് തന്നെ? എന്തെങ്കിലും ആവശ്യപ്പെട്ട് എന്ന് ഒരാളിന് കിടക്കപ്പുറത്തി ഉണ്ടാക്കിയത്. ആ, മക്കളാണോ വഴക്കിന് വരുന്നത്? അതാ കാരണന്മാരാ? വീട്ടിൽ നിന്ന് ഓടിക്കും. ആ, ആരാ വഴക്കിന് വരുന്നേ? മക്കളാണോ അതാ കാരണന്മാരോ? ആരാ വഴക്കിന് വരുന്ന? ആരാ വഴക്കിന് വരുന്ന? ആരാമേ? നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾ പോയി കിടക്കുക, വല്ലതും കഴിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ വന്നിരിക്കുന്നില്ല. പല്ല് തേപ്പിച്ച് കഴിപ്പിക്കണ്ടേ? എലിക്കുട്ടീനെ വല്ലതും കഴിപ്പിക്കണ്ടേ? ചെയ്യാനുള്ളത് ചെയ്തോളൂ. ചെയ്യാനുള്ളവരാ കാരണന്മാരുണ്ടാവും ചെയ്തോളൂ. കാരണന്മാരൊന്നും ചെയ്യല. കാരണന്മാർക്കൊന്നും ചെയ്യാൻ മേല. നിങ്ങളല്ലേ പറയണം. ആര് പറഞ്ഞു? കാരണന്മാർക്കൊന്നും ചെയ്യാൻ മേല. ഇത്ര നാൾ അവരല്ലേ ചെയ്ത്. കാരണന്മാരോ? എത്ര വർഷമായി? ആ, ഇങ്ങനെ ആരും ഇല്ല. കാരണന്മാർ ചെയ്യുന്ന പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഇനി മക്കളൊക്കെ ചെയ്യണം. ഒരു പുതിയ വരവ്. ആണോ? ഒന്നുമില്ല, ബന്ധമില്ല. ആ, ഇപ്പം മക്കളൊക്കെ ചെയ്യേണ്ട, കാരണന്മാരല്ല. കാരണന്മാർക്കൊക്കെ മേലാതെ ആയില്ലേ? പ്രായമായില്ലേ കാരണന്മാർക്കൊക്കെ? ചെറുപ്പത്തിൽ ചെയ്തതെന്ന് പോലെ എന്നൊന്നും ചെയ്തു തരുമോ? ഇവിടെ ആരും നിയന്ത്രിക്കാൻ പറ്റുന്ന ആങ്ങളമാരും നാത്തൂന്മാരും അപ്പഴും അമ്മയൊക്കെ ഉണ്ട്. അവർ നോക്കിക്കോളും. ആണോ? അവർ ചെയ്തോളും. ആ, അവരാരും കണ്ടില്ലല്ലോ എന്നിട്ട്. എല്ലാ കാര്യത്തിനാ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കും. പോകാനുള്ളത് പോകാൻ പറ്റില്ല. ഇപ്പം എനിക്കെങ്ങും പോകാനില്ല. ഇവിടെ നിൽക്കാൻ എന്തിനാ? പിന്നെ എവിടെയാ നിൽക്കണേ? ഇവിടെ എനിക്ക് പോകാനുള്ളൂടെ. എവിടെ? അറിയോ? എവിടെയാ പോകാനുള്ളത്? എന്നെ ആരും നോക്കാൻ കാത്തിരിക്കണ്ട. നിൽക്കടാ, എന്നാ പൊക്കോളൂ. എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. ആരൊക്കെയാ ഉള്ളത്? പിന്നെ ആവശ്യമില്ലാതെ ആരും ആ, എനിക്ക് ശരീരത്തിന് വരണ്ട. അതുകൊണ്ട് വലിയ ഗുണമില്ല. ആ, ദോഷമല്ലാതെ ഗുണം. ആ, അവരെ കൊണ്ട് അതൊരു പ്രയോജനമില്ലല്ലേ? ഒരു ഗുണമില്ലല്ലേ? അവനെ എവിടെ കൊണ്ടൊക്കെ എത്തിയാൽ കോതയും കപ്പയെല്ലാം ശരിയാക്കും. ആ, അവിടെ നിന്ന് തിന്നുമില്ലേ? പുല്ല് തിന്നുമില്ലേ? അത് തുറക്കണം. കഥ തുറക്കണ്ടേ? കഥ തുറക്കാതെ പിന്നെ എങ്ങനെയാ പുറത്തൊക്കെ ഇറങ്ങണ്ടേ? ഞങ്ങളാരും പോണില്ലല്ലോ. ഇങ്ങോട്ട് പോണില്ലല്ലോ. എങ്ങോട്ട്? അങ്ങോട്ടാണ്. പിന്നെ അങ്ങോട്ട് പോകണം. അവിടെ പത്രം കിടപ്പുണ്ട്, എടുത്തോണ്ട് വരണ്ടേ? അത് ഞങ്ങളുടെ വീട്ടിലോട്ടല്ല പോകണം. വീട്ടിലോട്ട് പോകണമെങ്കിൽ കഥ തുറക്കാൻ പോകാൻ പറ്റുമോ? അത് ഇതിലേക്കും പോകണ്ട. പിന്നെ ഇതിലേ പോണോ? പുറകെ കൂടെയാണോ? പിന്നെ ഇതിലെ പുറകെ കൂടെയാണോ പോണേ? അമ്മ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? അമ്മ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? അമ്മ പോകുമ്പോഴേ എന്നെ കൂടെ കൊണ്ടുപോവോ? പിന്നെ ആ, ജോമോനോട് ഞാൻ നിൽക്കുന്നില്ല. ഞാനും അമ്മയുടെ കൂടെ പോരും കേട്ടോ. എങ്ങോട്ടാ പോകാം? അമ്മേനെ പറയാം അമ്മയുടെ വീട്ടിൽ പോവാന്ന്. എന്നാ പോകാം. നമുക്ക് പോകാം. കാപ്പി കുടിച്ചിട്ട് പോവാം.
അത് കഴിക്ക്. ആ എന്നാ എടുക്കട്ടെ. എടുക്ക്. ഞാൻ പോരണോ? ഏ? ഞാൻ പോരണോ? എന്നാത്തിന്? വേണ്ടേ? എന്നാത്തിന്? എനിക്ക് ആവശ്യമാണ്. ഇല്ലേ? എൻ്റെ ആവശ്യമില്ലല്ലേ? എനിക്കറിയത്തില്ല, അവരോട് ചോദിച്ചല്ലോ. ആരോട്? അവരോട്. അല്ല അമ്മയല്ല പോണേ, അവരല്ലല്ലോ. എന്നാലേ പോയി പത്രം എടുത്തോണ്ട് വരട്ടെ. പത്രം യുദ്ധം വരെ പത്രം പേപ്പർ എടുത്തില്ല, പേപ്പർ. ആ അത് പോയി എടുത്തോണ്ട് വരട്ടെ. അങ്ങ് കിടന്നോ. ആരും എടുക്കണില്ലേ? ഞാൻ എടുക്കാൻ പോവാ. ഇന്ന് പോണില്ലല്ലോ. എലിക്കുട്ടി പോരുന്നില്ലല്ലോ. എലിക്കുട്ടി പത്രം എടുക്കാൻ പോരുന്നില്ലല്ലോ. അതെ. പത്രം എടുക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പോയാൽ എടുത്തായിരുന്നു. എന്നാത്തി എടുത്തോണ്ട് പോരും. ആ വേണോ? ആ വേണമെങ്കിൽ എടുത്തോണ്ട് വരും അല്ലേ? എനിക്ക് വേണ്ട. ആ വായിക്കണ്ടേ? പത്രം വായിക്കണ്ടേ? എന്നമ്മേ ഇവിടെ നിന്നോ, മുഴുവൻ തിന്നു കേട്ടോ. പെട്ടെന്ന് തിന്ന്. എലിക്കുട്ടി ഇന്ന് രാവിലെ ദേഷ്യത്തിലാണെന്ന് തോന്നണു. പത്രം വായിക്കുന്നുണ്ടോ? പത്രം വായിക്കുന്നുണ്ടോന്ന്? ഞാൻ വായിക്കണില്ല. ഇല്ലേ? എനിക്ക് വേണ്ട. ആ ഒന്ന് വായിച്ചു വെച്ചിട്ട് നേരം വായിര്. പാത്ത് വെച്ചിട്ട് കാര്യം പത്രം വായിക്കാനുള്ളതല്ലേ. ഇവിടെ എത്തേക്കാൾ എടുത്തുകൊണ്ട് പോയി. എവിടെ? ഇവിടെ കുറച്ച് കഴിയുമ്പോൾ കാണിയല്ല. ഇവിടുന്ന് ആരും കൊണ്ടുപോകുന്നില്ല. അത് വായിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകും. അവർ അവിടെ എവിടെയെങ്കിലും കൊണ്ട് വച്ച് കയറിയത്. അതൊന്നുമില്ല. വായിക്കാൻ വായിക്കിട്ടേ കൊണ്ടുപോകുന്നവർ കഴിയുമ്പോൾ വായിച്ച വിവരം ഉണ്ടാകട്ടെ. വായിച്ചല്ലേ വിവരം ഉണ്ടാവുള്ളൂ. അതിലെ കൂടെ നടക്കണം. ആ കിടാവായില്ല. അല്ലേ അമ്മ പറഞ്ഞ ആരെങ്കിലും എടുത്തോണ്ട് പോയി കൊണ്ടുപോകുന്നു വായിക്കുമെന്നാണ് പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നവർ വായിക്കട്ടെ. എല്ലാം നശിപ്പിക്കും. ആര് കിടാവോ? കിടാവ് ഇവിടെ നിന്ന് പുല്ല് തിന്നുമല്ലേ? ഇല്ല അവിടെ അല്ലേ വണ്ടി പോകുന്ന ഒച്ച കേട്ടോണ്ട് ഓടി നടക്കതാ. അതവിടെ നിന്ന് പുല്ല് തിന്നുവാ. പോതെല്ലാം കടിച്ചോര് ചെയ്യുന്നവല്ലേ. കഴിക്കാൻ തരട്ടെ? കഴിക്കാൻ തരട്ടെ? കഴിക്കാൻ അവിടെ ഇരുന്നോ, ഞാൻ കൊണ്ടുവരുവാ. ഞാനേ കൊണ്ടുവരുവാ കേട്ടോ. അവിടെ ഇരുന്നോ. വിപിനായും കൂടെ വന്നിരുന്ന് കഴിച്ചോളി അമ്മച്ചി കൂടെ. എന്നാ വാ. ശകലം മധുരം എടുത്തു. എന്നാ തന്നെ വെള്ളത്തിനാ? ചായ ഞാൻ തന്നായിരുന്നു രാവിലെ. മധുരം ഇട്ട്. ചായക്ക് അത് ചായ അല്ലല്ല, അത് വെള്ളമല്ലേ. ചായ രാവിലെ തന്നില്ലേ? ചായ രാവിലെ കുടിച്ചതല്ലേ. ചായ രാവിലെ വെള്ളം കുടിച്ചത്, ഇത് വെള്ളമല്ലേ. ഇപ്പൊ എല്ലാത്തിനും മധുരം വേണം. ഇപ്പം എല്ലാം മധുരപ്രിയമായി. സാധനത്തിന് മധുരം ഇടണം. കറിക്കകത്തോടെ മധുരം ഇടേണ്ട അവസ്ഥയാണ് ഈശോയെ. ചായ എന്ന് ഓർത്താൻ പറ്റാ. കഴിക്കുന്നില്ലേ? കഴിക്കുന്നില്ലേ? എന്നാ കഴിച്ചോ. അതാരെങ്കിലും ഒന്ന് ചെന്ന് ഇരിക്കണായിരുന്നു. കഴിക്കുന്നില്ലേ? വേണ്ട. അതിനാ വേണ്ടേ? വേണ്ട. അതിനാ വേണ്ടാത്ത? തന്നെ പോയി കൊണ്ടുപോകാനല്ല ചൂടുവെള്ളം കുടിക്ക്, തണുത്തതൊക്കെ എടുത്ത് കഴിക്കാം. ഞാൻ കഴിക്കാറില്ലല്ലോ. ഇനി ഐസ്ക്രീം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു അവസ്ഥ. അമ്മയ്ക്ക് ഇന്നലെ വിവാഹം ഐസ്ക്രീം കൊടുത്തിട്ടില്ലേ? അമ്മ ചോറുകൊണ്ടിരിക്കുന്ന സമയായിരുന്നേ. ചായക്ക് മധുരം ഇടാൻ. ഐസ് ആണെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടായിരുന്നു. നല്ല ഭയങ്കര കട്ടിയായിരുന്നു. എന്നിട്ട് അമ്മ ചോറുണ്ടോണ്ടിരിക്കുന്നതിന്റെ അവിടെ വെച്ചേക്കുമായിരുന്നു. അമ്മ എന്നാ ചോറിന്റെ കൂടെ കറിയായിട്ട് ഐസ്ക്രീം തിന്നു. ആണോ? തോണ്ടി തിന്നോ? മധുരത്തിലോട്ട് പോകാൻ തോന്നുന്നു അല്ലേ? മധുര ടേസ്റ്റിലോട്ട്. കറിക്കൊക്കെ മധുരം വേണമെന്നാ പറയുന്നത്. എന്റെ ദൈവമേ, ആ മധുരക്കറി വെച്ചപ്പോ കണ്ട അത് നല്ലതാന്ന് പറഞ്ഞു തിന്നത്. മധുരാന്ന് പറഞ്ഞു. ഇപ്പൊ ചായയാന്നും പറഞ്ഞാ വെള്ളം. ചായയാന്നും ചായ പറഞ്ഞ രാവിലെ ഞാനും അമ്മയും ചായ കുടിച്ചതാ രാവിലെ. ചായ നമ്മള് രാവിലെ കുടിച്ചതാ. ചായോ? ചായ എവിടെയാ? നമ്മള് രാവിലെ കുടിച്ചെന്നേ. ഞാൻ കുടിച്ചോ? ആ അവിടെ നമ്മുടെ കപ്പ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് കൊണ്ടൊന്നുമില്ല. അവിടെ കമത്തി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും മധുരം പറ്റുമോ അമ്മേ? എല്ലാത്തിനും മധുരം പറ്റുമോ? ഓരോന്നിനും ഓരോ രുചിയല്ലേ. ഇപ്പോഴും മധുരം തരാൻ തിന്നാൻ പറ്റുമോ? പഴം പൊളിച്ച് പീച്ചോണം അതിനകത്ത്. ആ ഇനി അങ്ങനെയാണെങ്കിൽ തിരി. ആ ഉപ്പുമാവ്
ഓർത്തോണ്ടായിരിക്കും. എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പോഴെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മധുരം എല്ലാത്തിനും ഇട്ട് കൊടുക്കണ ഗതികേടാണോ നീ? നിങ്ങളെ കറിക്കൊന്നും മധുരം ഇല്ലെന്നൊക്കെ പറഞ്ഞു. കഞ്ഞിക്ക് മധുരം ഇല്ലെന്ന്. ഓട്സിനകത്ത് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നല്ലേ. കട്ടി മധുരം ഇല്ലെങ്കിൽ പറയും ഇത് കൊള്ളത്തില്ല, ഉപ്പില്ലെന്ന്. കഞ്ഞിയാന്ന് വിചാരിച്ചിട്ട് എല്ലാം മധുരം അത് കഴിച്ച് കഴിച്ചേ ഇപ്പൊ മധുരത്തിന്റെ ടേസ്റ്റിലോട്ട് മൊത്തം മാറിയാ. നമുക്കറിയത്തില്ലല്ലോ, പ്രായമായ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉള്ളവർ എങ്ങനെയാ നമുക്കറിയത്തില്ലല്ലോ. പഴം ടച്ച് ചെയ്തപ്പോ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണ്ടി നോക്കാം ഇങ്ങനെ ഏലിക്കുട്ടിയുടെ കൂടെ പോരാന്നോർത്താ നിൽക്കുന്നത്. മനസ്സിലായി. ഏലിക്കുട്ടിയുടെ കൂടെ പോരാന്നോർത്താ നിൽക്കുന്നത്. പോകാൻ നിൽക്കാം. ആ എല്ലാത്തിനും എലിക്കുട്ടി എങ്ങോട്ട് പോവാന്നല്ലേ പറഞ്ഞേ? എങ്ങോട്ടും ആ എൻ്റെ വീട്ടോട് എന്തിനാ പോകണം? പോണ്ടേ? അവിടെ ആൾക്കാരുണ്ട്. അങ്ങോട്ട് ഞങ്ങൾ പോരണ്ടേ? ആവശ്യമില്ലാത്തതിനൊക്കെ നടന്നാൽ എന്നെ ഏറ്റവും നിലം തൊടിയിക്കും. ആണോ? ആ അപ്പം ആവശ്യമില്ലാത്തതല്ലേ? എന്തോ ഇല്ല എന്തോ ഇല്ല. ആ അപ്പം ഞങ്ങൾ പോരണ്ട. മനുഷ്യരോട് പെരുമാറാൻ പറ്റിയിട്ടുള്ളവരെ മാത്രമേ അടുപ്പിക്കുള്ളൂ അവർ. ആണോ? ആ അങ്ങനെയുള്ളവരാണോ? അപ്പം ആരാ അറിയുന്നത്? മനുഷ്യർ പെരുമാറാൻ അറിയുന്നവരാണെന്ന് എങ്ങനെയാ അറിയുന്നത്? ഒരു ചുവയില്ല, ഒരു തുപ്പില്ല. ആണോ? ഞാനും പോയി. പഴത്തിനും ചുവയില്ലേ? ഓരോരുത്തർക്കും ഓരോ ജോലിയില്ല. എന്ത് ചെയ്യും? ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. എല്ലാവർക്കും ജോലിയൊന്നും ഇല്ലെന്നേ. തീറ്റാനുള്ളവരെ തീറ്റാൻ അവർ തിന്നോളും. അത് പോരാ, തിന്നുന്നുണ്ടോ നോക്കണ്ടേ? മധുരം ഇല്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലേ? അവരാണ് അവരാൻ്റെ കാര്യം. മധുരം ഇല്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലേ തിന്നാതെ? ജോമോനെ ഓടിച്ചു വിടണമേ. ജോമോനെ ഓടിച്ചു വിടണം. അതിനെ ഓടിച്ചു വിടണം. കൊടുക്കാനോ? ഓടിച്ചു വിടണോന്ന്. എന്നാ അതിനെ അവിടുന്ന് ഓടിച്ചു വിടണോന്നാ ചോദിച്ചത്. ഇവിടുന്ന് ഓടിച്ചു വിടണോന്ന്. ഓടിച്ചു വിടണോന്ന്. കോഴിക്കോ? ഓടിച്ചു വിടണമെന്ന്. ഞാൻ പറയുന്നത് കേൾക്കാൻ മേലേ? എന്തേലും കുട്ടി ഞാൻ പറയുന്നത് കേൾക്കത്തില്ലാതായോ? വീട്ടിലോട്ട് പോയാൽ എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാൽ മതിയെന്ന്. അന്തവും ബന്ധവും ഇല്ലാത്തവരെ കൊണ്ടുപോയില്ലെന്നാണ് പറഞ്ഞത്. കഴിക്കാത് ഒരു പഴം കൊണ്ടിട്ട് കഴിക്കാനേ. എന്നിട്ട് പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? വീട്ടിലോ? ആ വീട്ടിൽ പോകാൻ നേരത്ത് നോക്കോളാം. വെറുതെ അന്തമില്ല ബന്ധമില്ല മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ, വെള്ളം വെപ്പിക്കാൻ. കഴിക്കാൻ വന്നു കേട്ടോ. ഞാൻ വന്ന് കഴിക്കാം. അത് വേണ്ടേ തിന്നണ്ട. ഈ 2 പഴം തിന്നു. അതവിടെ വെച്ച് നമുക്ക് പട്ടിക്ക് കൊടുത്തേക്കാം. ബാക്കി അത് വേണ്ടെങ്കിൽ തിന്നണ്ട. ഇതാ ആ പട്ടിക്ക് കൊടുക്കാല്ലേ? ആ ഇത് പഴം തിന്നു. ഈ 2 പഴാന്ന് തിന്നു. ഒരു പഴം അതിനകത്ത് വീച്ചിട്ട് തിന്നു. അവൾ വന്നിട്ടോ? അവള് കഴിച്ചാ? പഴത്തിന് മധുരം ഉണ്ടോ? ഇതിന് മധുരം ഉണ്ടോ? നമ്മുടെ പഴ നമ്മുടെ ആട്ടോ. ആ ആവശ്യത്തിന് മധുരമുണ്ട്. മതി. ഇങ്ങനെയാണ് വല്ല പഴമൊക്കെ മേടിച്ച് കൊടുത്തോണ്ടാ മതി. അതിപ്പം ഇത് എനിക്ക് തോന്നുന്നു രാവിലെ ഓട്സ് കഴിച്ചേ അതിൻ്റെ ഒരു ഇതിലായിരിക്കും നിൽക്കുന്നത്. അതായിരിക്കും മധുരത്തിൻ്റെ കാര്യം പറയണ്ടത്. കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. കഞ്ഞി കൊടുത്താൽ ഒട്ടും കുടിക്കുകയില്ല. മതി വേണ്ട. ഒരു തിന്നല്ലേ? ആ അത് കഴിച്ചായിരുന്നു. കഴിച്ചു പഴം കഴിച്ചു. ഇതിൻ്റെ കൂടെ മിനിമം അമ്മ കഴിക്കുന്നത് കഴിച്ചിട്ടുണ്ട്. സാറിന് കഴിക്കുന്ന അത്രയും കഴിച്ചിട്ടുണ്ട്. ഇതിനേക്കാണോ മോളെ? അവള് കഴിച്ച് വേണോ ഇവിടെ? വേണ്ടെന്ന് അവള് കഴിച്ചെന്ന്. അവിടെ അമ്മയുടെ കൂടെ ഇരുന്നല്ലേ കഴിച്ചേ? പഴമുണ്ട്. വേണോ? ആ പട്ടിക്ക് കൊടുക്കാം നമുക്ക്. പഴം പട്ടിക്ക് കൊടുക്കണ്ട. അത് വേണ്ട. അത് ഇവിടെ തിന്നോളാം. ഞാൻ തിന്നോളാം. പിള്ളേർ തിന്നോ? നേരിട്ട് പോയി വാ കഴിക്കും. ആ വെള്ളം കുടിച്ചോ. വാ കഴിക്കും. തലയേറ്റ് പോവോ? ആ വെള്ളം കുടിച്ചോ. അത് വെള്ളത്തിനകത്തിരിക്കണം. അത് കുടിക്കേ. അതൊന്നും ചേർത്തല്ലോ. കുടിവെള്ള മധുരം ഇടണോ വെള്ളത്തിനകത്ത്? ഇല്ല. വെള്ളത്തിനകത്ത് ഞാൻ മധുരം ഇട്ട് കൊടുക്കേണ്ടി വരും. ഒരു സാധനത്തിന് ഒരു രുചിയില്ല, ഒരു ചുവയില്ല. സാധനത്തിന് അതിൻ്റെ രുചിയല്ലേ ഉള്ളൂ. മധുരം എല്ലാത്തിനും ഇടാൻ പറ്റുമോ? ഇതേ പ്രായമായി കഴിയുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയാ. അയ്യോ അമ്മ പറഞ്ഞിട്ടില്ല. അമ്മയുടെ കാരണവന്മാരെ കൊണ്ട് അമ്മ ഇവിടെ നോക്കിയപ്പോ രുചിയൊന്നും ഇല്ലെങ്കിൽ അതൊരു പ്രായം കഴിയുമ്പോഴത്തേ ടേസ്റ്റ് ബഡ്സിന്റെ ഒക്കെ സെൻസേഷൻ ഒക്കെ പോകുന്നു. അതുകൊണ്ട് അവർക്ക് എപ്പോഴും നല്ല രുചിയുള്ള ഭക്ഷണം വേണമായിരുന്നു. അത് എരിവ് വേണമായിരുന്നു.
അത് വേണായിരുന്നു ഇത് വേണായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിന് അതാ സംഭവം, അല്ല വേറെ ഒന്നും അല്ല. സ്വരം ഇങ്ങനെ പ്രായമായവരെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെയാണോന്ന്. പിന്നെ ഈ ഇത് കുട്ടേ ഇവള് പറഞ്ഞ പോലെ രുചിമുകുളങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കില്ലേ? പ്രായമാകുമ്പോ അതിൻ്റെ ഉണ്ട്, കാഴ്ച കുറയും, തലമുടി കരിക്കും, പിന്നെ മസിലിന്റെ ഇത് കുറയും, മസിൽ സ്ട്രെങ്ത് കുറയും, അതൊക്കെ അങ്ങനെ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മോഡിഫൈ. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് മരുന്ന് തരാം. എന്നാ അമ്മ നോക്കിയതേ ഉള്ളൂ. എല്ലാം ചോദിക്കാനാണോ? എല്ലാം പള്ളിയിൽ പോയാലോ? അമ്മ വരുന്നുണ്ടോ? പാടുണ്ടെങ്കിൽ വരും. പാടുണ്ടോ ഇല്ലയോ അമ്മയല്ലേ പറയേണ്ടത്? പാടുണ്ടോ ഇല്ലയോ അമ്മയല്ലേ പറയേണ്ടത്? എത്ര മണിക്കാ തുടങ്ങണം? 11:30. 11:30 തീരുമ്പം 1 മണിയൊക്കെ ആവും. പറ്റുമോ? അതുവരെ ഇരിക്കാൻ പറ്റുമോ? അതുവരെ അമ്മേനെ കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അങ്ങോട്ടെല്ലാടൊന്നും പോകാൻ പറ്റിയായിരുന്നു. അവിടെ തന്നെ ഇരിക്കണം കുർബാന കഴിയുന്നവരെ. ഇരുന്നാ മതി. മേറ്റോടി നടക്കി അതെ, എവിടെയെല്ലാം പോകാൻ പറ്റും. ഇവിടെ പള്ളിയിലല്ലേ? അതെ. അല്ല, നമുക്ക് നാളെ 8 നോയമ്പിന് കുറവിലെങ്ങാണ്ട് പോയാലോ? ഇവിടെ പള്ളിയിലാൻ വഴിയൊന്നുമില്ല. എന്തമ്മേ, നമുക്ക് മുത്തിയമ്മയുടെ അടുത്ത് പോയാലോ? കുറവിലെങ്ങാണ്ടേ മുത്തിയമ്മയുടെ പള്ളിയിൽ പോയാലോ? നാളെ 8 നോയമ്പല്ലേ, തീരുന്ന ദിവസാ. മുത്തിയമ്മയുടെ മാതാവിന്റെ അവിടെ പോയാലും നല്ല. എവിടെ പോയാലും എവിടെയായാലും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. വീട്ടിൽ പ്രാർത്ഥിച്ചാൽ മതി. അത് അമ്മ എങ്ങനെ പറയണതാ, ലോകം വഴിയുള്ള പള്ളി വഴിയൊന്നും പോകണ്ടാന്ന്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിരാശയും പരാതിയും കൂടാതെ പ്രാർത്ഥിച്ചാൽ മതി. കഴിഞ്ഞാൽ ഫലവും. അമ്മ അങ്ങനെ അധികം പള്ളി വഴിയൊന്നും പോകാറില്ലായിരുന്നു, അതുകൊണ്ട് അമ്മ അത് പറയുന്നത്. പക്ഷെ അമ്മ ചാച്ചനെ പറഞ്ഞു വിടുമായിരുന്നു. അതൊരു കാര്യമുണ്ട്, അതും കൂടെ ഓർക്കണം. അമ്മയ്ക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അമ്മ ചാച്ചനെ പറഞ്ഞു വിട്ട് ചാച്ചൻ പോകുമായിരുന്നു. അതെനിക്കറിയാം. അമ്മ വീട്ടിൽ ഇന്ന് വീടേ പണിയേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അമ്മ വീട് വിട്ട് അങ്ങനെ പോകാറില്ല. അതുകൊണ്ടാ. ആരാ അതെൻ്റെ ചേട്ടനോ? അനിയൻ. അനിയനോ? ഇതോ കണ്ടിട്ടുണ്ടോ? പിന്നെ അത് അനിയൻ എൻ്റെ ചേട്ടനാ. അത് എൻ്റെ ചേട്ടനാ, അമ്മയുടെ ചേട്ടനല്ല. എൻ്റെ ചേട്ടനാന്നേ. ആണോ? ആ, അമ്മയുടെ ചേട്ടനൊന്നുമല്ല. എന്നിട്ടാണോ സംശയം? ആർക്കാ സംശയം? അല്ല, ചോദിക്കാനൊക്കെ സംശയം എലിക്കുട്ടിക്കല്ലേ. ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ആ, എലിക്കുട്ടിക്കാ സംശയം. അതാരാ അത്? അതാരാ? ഒന്നും കൂടെ നോക്കിയേ, സൂക്ഷിച്ച് നോക്കിയേ. അതാരാന്നേ? ആരാന്നോ? ആ, അതോ ചേട്ടനെയും മക്കളും. ചേട്ടനെയും മക്കളാണോ? പിന്നെ അവനെ മറന്നുപോയോ? ഇത് ചേട്ടനെയും മകനാണോ? അവൻ്റെ അനിയൻ്റെ മക്കളോ? ആ ചേട്ടൻ്റെ. ആരുടെ? പിന്നെ അതല്ലേ ആരുടെ ചേട്ടൻ്റെ? അവർ ചേട്ടനീരാവാം. ഒരു അവരോട് ചോദിച്ചാൽ അർത്ഥം എനിക്ക് അതിനെ വിശദമായിട്ടൊന്നും അറിയത്തില്ല. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് അതുമല്ല അറിയാൻ പറ്റും. അവരുടെ ചെറുപ്പത്തിൽ ഞാനുണ്ടോ? ചെറുപ്പത്തിൽ അമ്മ ഇല്ലായിരുന്നോ? ചെറുപ്പത്തിൽ എലിക്കുട്ടി ഇല്ലായിരുന്നോ? ഞാൻ ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ലായിരുന്നോ? ഇല്ല. ആഹാ, അത് കൊള്ളാം. ഞാനെങ്ങനെ ഇതൊക്കെ അറിയാം? ഞാൻ എന്തായാലും പ്രായമായിട്ട് പിന്നെ ഇവരൊക്കെ ഉണ്ടായത്. ആ, പ്രായമായി പിന്നെ ഒന്നും അറിയത്തില്ല. അമ്മയുടെ മകനല്ലേ അത്? അമ്മയുടെ മകൻ സാബു. അത് മകനെന്നൊക്കെ എനിക്കറിയാം. പിന്നെ മക്കളാന്ന്, എല്ലാവരും മക്കളാണെന്നറിയാം. 4 പെണ്ണുങ്ങളും 2-3 ആണുങ്ങളും ഉണ്ട്. അവരുടെ മക്കളൊക്കെ എല്ലാവരുടെയും കൂടി എല്ലാവർക്കും കൂടി അവരെ നോക്കുകയും അന്വേഷിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യണം. അതൊക്കെ കടമയാണ്. എല്ലാം മറന്നു പോയെന്ന് തോന്നുന്നു. എല്ലാം നടത്തിക്കൊണ്ട് പോകണം. എവിടെയായി വരുമ്പം അവർ സ്വന്തമായിട്ട് തന്നെയുള്ള ജീവിതമാവില്ല. അതുവരയ്ക്കും മറ്റുള്ളവർ കഷ്ടപ്പെട്ടു ചെയ്തു വെക്കണം. അല്ലാതെ എന്തോ ഇല്ലെന്നും പറഞ്ഞ് ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കൊന്നുമില്ല, എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നും പറഞ്ഞ് ഒന്ന് ഒഴിവാകാനും മാറിപ്പോകാനൊന്നും പറ്റിയല്ല. അങ്ങനെയൊക്കെ പോയാൽ അതൊന്നും കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അവരവർക്ക് തന്നെയാണ് അതിൽ ദോഷം. സാബുവാ അമ്മയുടെ മകൻ സാബുവാ. ആരാ? അതാ നിൽക്കുന്നത്. സാബു വന്നേ?
ആണോ? ഏ സാബുനെന്നാ ആ ദുമ്മാ അമ്മ പറഞ്ഞു ചേട്ടൻ്റെ മകനാന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ്റെ മകനാന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടൻ്റെ മകനാന്നൊക്കെയല്ലേ പറഞ്ഞത്? അതിനെന്നാ സാബുവിനെ മറക്കാതിരിക്കുന്ന അമ്മ. അതിന് പേരെടുന്നത് എല്ലാ കാര്യം ഇരിക്കണം. പേരിലല്ല കാര്യം. പിന്നെ ആ അപ്പം അമ്മയുടെ മകനല്ല. അമ്മയുടെ മകനാണോ? ആരെങ്കിലും ആട്ടെ. ആ അപ്പം അങ്ങനെയായോ? ഏലിക്കുട്ടിയുടെ മകനാ. ഇതൊക്കെ ഈശോ എടുത്താ ഈശോയ്ക്കാണ് കേട്ടോ. ഏലിക്കുട്ടിയുടെ രണ്ടാമത്തെ മകനാ കേട്ടോ. ഏലിക്കുട്ടിയുടെ രണ്ടാമത്തെ മകനാ അത്. ആണോ? ആ ആരാ പറഞ്ഞ? ആരാ പറഞ്ഞാന്ന് പറഞ്ഞേ ഞങ്ങൾക്കറിയാം. ആണോ? ആ ഞങ്ങൾ സഹോദരങ്ങളല്ലേ, അപ്പോൾ അറിയത്തില്ലേ? ഞാൻ കിടക്കാൻ പോകും. കിടക്കാൻ പോകണോ? എനിക്ക് മേല നിൽക്കാൻ ആ കുറച്ച് നിൽക്കുമ്പോൾ തല കറക്കും, പിന്നെ വീഴാൻ തുടങ്ങും. ഇത്ര നേരം അവിടെ നിൽക്കുമായിരുന്നു. അവിടെ അവനാണ്ട് ചോദിക്കുന്നുണ്ട്. വെള്ളം വെച്ചേക്കണം. ആ അത് വെള്ളം വരാനായിട്ടുള്ള പൈപ്പ് ഇതൊന്നും മതിയല്ലേ, കണക്ഷനൊന്നും മതിയല്ല, ഒക്കെ ചുമ്മാ പറ്റിയില്ല. അവനാണ്ട് ചോദിച്ചായിരുന്നു. എന്നാ പോലെ വിശേഷമൊക്കെ? ഒന്നുമില്ലേ? പിള്ളേരൊക്കെ സുഖമായിരിക്കണം. എല്ലാവരും പഠിക്കാൻ പോവല്ലേ? അവളെന്നാക്കോ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ് ജോലിക്ക് പോവല്ലേ? അവളിവിടെ ഇല്ലേ? പള്ളിയിൽ പോയിരിക്കുക. പള്ളി ആണോ? ഇന്ന് പള്ളിയിൽ പോകുമോ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ചയാണ്. എന്നാടാ ജാക്കേ? ജാക്ക് അവനെ വിളിക്കുമല്ലേ? കാണാത്ത പോലെ ഇരിക്കണല്ലോ നിന്നെ. അതേന്നേ, അവൻ്റെ അടുത്തൊന്നും ചെല്ലുന്നില്ല. അതാ അവനെ കൊഞ്ചിക്കാനൊന്നും ചെല്ലുന്നില്ല. ഇവിടെ ആരാ കാരണന്മാരുള്ള? ആരുമില്ല. ആരുമില്ലേ? പിന്നെ നീ മാത്രമേ ഉള്ളോ? പിള്ളേരോ? പിള്ളേരുണ്ട്. അവിടെ കെട്ടിക്കെട്ട് വന്ന് പെണ്ണുണ്ടോ? അത് മതി. പെങ്ങന്മാരില്ലേ? പെങ്ങള് ഒരാളല്ലേ ഉള്ളു മരങ്ങാട്ടുപള്ളിയില്. എത്ര പേരുണ്ട്? ഒന്നോ? ഒരു പെങ്ങളോ ഉള്ളോ? അത് ശരി. അവൾക്ക് ജോലിയുണ്ടോ? ഇല്ല. ഇപ്പം പിള്ളേരെ നോട്ടാ ജോലി. മക്കളെ നോട്ടം. മക്കളെ നോട്ടാ ഇപ്പം ജോലി. മക്കളെ നോട്ടാണേ ജോലി. എത്ര പെങ്ങന്മാരുണ്ടാവും? ഒരാള്. അവന് ഒന്നേ ഉള്ളൂ. അവനും എനിക്കുമൊക്കെ ഒന്നേ ഉള്ളൂ. അമേരിക്കയിലോ? എനിക്കും അവനും ഒക്കെ ഒരെണ്ണേ ഉള്ളെന്ന്, ഒരു പെങ്ങളെ ഉള്ളെന്ന്. അത് മതി. ഞാൻ കിടക്കാൻ പോവാ. ഞാൻ പോവാട്ടോ. കഞ്ഞി കുടിച്ചോ? ചോറ് കഴിച്ചോ? ചോറ് എന്നാ കഴിക്കാനാ? ഈ സമയത്തൊന്നും കഴിക്കാൻ പറ്റത്തില്ല. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്താഴം കഴിക്കേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റും. പിന്നെ വല്ലപ്പോഴും എല്ലായിടത്തൊന്ന് കിടക്കുന്ന നേരത്തേന് പിന്നെ എഴുന്നേക്കാൻ പ്രാർത്ഥിക്കണം. അത്രയേ ഉള്ളൂ നമുക്ക്. വേറെ വീട്ടിലൊക്കെ സുഖമാണോ അല്ലേ എല്ലാവർക്കും? അമ്മയും ചാച്ചനൊക്കെ ഇല്ലേ? അമ്മയുണ്ട്, ചാച്ചനില്ല. ചാച്ചൻ മരിച്ചു പോയോ? അതിൻ്റെ ഒത്തിരി പ്രായമൊന്നുമില്ലല്ലേ ചാച്ചൻ? പ്രായം വേണ്ടല്ലോ അല്ലേ? രോഗത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയും പോലെയാണ്. കാക്ക പരിശോധിച്ച് നടക്കും. പോയി കിടക്കാൻ പോവാ. നിന്ന് കഴിയുമ്പം കാലും കൈയും എല്ലാം തളർന്നു പോവുക. പിന്നെ എന്താ നേരെ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? കൂടുതൽ ആരും വേറെ ഇല്ലാതാണ്. ആരുമില്ലേ? ഇല്ലെന്നേ. അവരെവിടെ പോയി? അതുകാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങി പോരുമായിരുന്നു. പിള്ളേരാരും ഇല്ല. ഒരു പള്ളിയിൽ പോയി. ഒരു പള്ളിയിൽ പോയേക്കല്ലേ? പള്ളിയിൽ പോയേക്കോ? പള്ളിയിൽ. ആണോ? ആ. എവിടെ? ശ്രീവാപുരത്ത്. എവിടുന്നാ? ശ്രീവാപുരം പള്ളി പോയേക്കോ നീ? നമ്മുടെ വീട്ടിൽ നിന്നാ? ആ. അതോ ഇവിടുന്നോ? ഇവിടുന്ന്. ഇതല്ലേ നമ്മുടെ വീട്. ഇപ്പോഴാണോ പോയത്? ആ പോയിട്ട് കുറേ നേരം ആയല്ലോ. നമ്മുടെ വീട് ഇതല്ലേ? വേറെ ഏതാ നമ്മുടെ വീട്? കിടക്കാൻ പോവും. അങ്ങനെ മേല കുറച്ച് നേരം നിൽക്കുമ്പോൾ തല കറങ്ങും. പിന്നെ കൈക്കും കാലിലും വിലയില്ല. മണിക്കൂറൊന്നായി അവിടെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്.
മണിക്കൂറൊന്നായി ഞാനവിടെ പണിയെടുത്ത് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഉച്ച വരാതെ ആയല്ലോ. കിട്ടിയില്ലേ? തീറ്റ കൊടുത്താ നീ. ഇതിൻ്റെ തലയും കുത്തി വരാം. അമ്മയും ചാച്ചനെന്തേ? അമ്മയല്ലേ ഇത്? ചാച്ചനെന്തേ? അച്ഛൻ മരിച്ചു പോയില്ലേ? ഇല്ലേ? ഇല്ല. ആഹാ, അത് ശരി. അത് എന്നായിരുന്നു? അത് അറ്റാക്കല്ലായിരുന്നു. ഹാർട്ട് അറ്റാക്കോ? ആ. കുടിക്കുമായിരുന്നല്ലോ അല്ലേ? ഇല്ല. എന്നാൽ പോയി കിടന്നോ, അവനെ വല്ലതും കഴിച്ചേച്ചു, കഞ്ഞി കുടിച്ചേച്ചു. അവനവിടെയാണ് പണിയല്ലായിരുന്നു. അവനവിടെ വാഴ കുഴിച്ച് വെക്കൂല്ലേ അവിടുത്തെ അമ്മ എലിക്കുട്ടിയാ അവൻ്റെ അമ്മ. നിങ്ങൾ പറയാൻ പാടില്ല, നീ പറയാൻ പാടില്ല. പിന്നെ എങ്ങനെയാ അവിടെ പിന്നെ ഏതാ അമ്മയുള്ളേ? കിടക്കാൻ പോവുക കേട്ടോ, ഞാനേ കിടക്കാൻ പോവുക. അമ്മ ഇവിടെയുണ്ടോ? ഇല്ല, അവിടെയുണ്ടോ? ഇല്ലേ? എവിടെ പോയതാ? ഈ നിൽക്കുന്നതാന്ന്. അപ്പം രാത്രിയിലെന്നും പോവോ? രാത്രിയിലൊന്നും എന്നും ഇല്ലേ? എലിക്കുട്ടിയല്ലേ അവിടുത്തെ അമ്മ? ഇവിടുത്തെ എല്ലാ അമ്മ എലിക്കുട്ടിയാ. നാളെ പകലൊന്ന് പോകണം. എവിടെയാ? കിടന്ന് പട്ടിയുടെ കിടന്ന് ചാട്ട. തീറ്റ കൊടുക്കാൻ പറഞ്ഞു. സമയമൊന്നും ആയില്ലേ? സമയമൊന്നും ആയില്ല. സമയം 12:45 ആയതേ ഉള്ളൂ. 12:45 ആയതേ ഉള്ളൂ. നീ എത്ര? 12:45. അതങ്ങനെ ഇരിക്കുള്ളൂ. കുറ്റിയിടണം എന്നാലേ പറ്റുള്ളൂ. അത് കുറ്റിയിട്ടാലേ പറ്റുള്ളൂ. ഇവിടെ ഉള്ളവരെല്ലാം പള്ളിയിൽ പോയേക്കോല്ലേ? ഇവിടെ ആരും ഇല്ലെന്നേ. അവർ പള്ളിയിൽ പോയേക്കോന്നേ. പള്ളിയിൽ പോയേക്കുവാ. പള്ളിയിൽ. ആ, എല്ലാവരും പോയോ? ആ, ഇച്ചിരി കഴിയുമ്പം വരും. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ആരും ഇല്ലെന്നേ. പള്ളിയിൽ പോയേക്കോന്നേ. എല്ലാവരും പോയിട്ടോ. അവർ പള്ളിയിൽ പോയേക്കോ. അപ്പോൾ വരും. സ്ഥലം വഴി പോയി. പള്ളിയിൽ പോയതാ. ഇപ്പോൾ വരും. എവിടെ ഇതായിട്ട് വരണ്ടല്ലോ. അതാരാ വരുന്നേ? അതാരാ? അതാരാ നോക്ക്. ആരാ വരുന്നേ? രണ്ട് പെണ്ണുങ്ങളാണോ അവനെ? രണ്ട് പെൺപിള്ളേരാണോ? ഏതാ പെൺപിള്ളേർ? ഏതാന്ന് അമ്മ പറയാം. അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ. എനിക്കറിയത്തില്ല ഏതാന്ന്. അതിലൊരു കാര്യമില്ല. ഒന്ന് കയറി പോന്നോണ്ടോ ഒന്ന് കിടന്നോണ്ടോ ഒന്നും ഒരു നഷ്ടം വരാം. അതാരാ നോക്ക്. അല്ല പരിചയമുണ്ടോ? ശരിക്കൊക്കെ നോക്ക്. ചെറുക്കന്മാരാ. മാര് രണ്ടില്ലല്ലോ. അവരിങ്ങനെ വന്നോളൂ. എടാ നീ എന്നാടാ എന്റെ പൊന്നൂരോട് മിണ്ടാഞ്ഞത്? വിളിച്ച് ചോദിക്കുന്നത്. വിവീനാനെ കണ്ടിട്ട് നോക്കുവാണേ. വിവീനാക്ക് പിന്നെ ഇങ്ങനെയുള്ളവരോടൊന്നും സ്നേഹമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയപ്പോ അതിരുന്ന് കരയുവാ. വന്നില്ലേ? ഞങ്ങളെയൊന്നും കണ്ടില്ലേ? എന്തായാലും കുട്ടി അതിന് വെള്ളം കൊടുത്തറിഞ്ഞോ മോനെ? ഇല്ല. അത് കൊടുക്ക്. അതിനാ കരയണേ. ഇന്ന് കൊടുത്തേര്. ഇന്നും കൊടുക്കുന്നതായില്ലല്ലോ. ഇപ്പൊ ആള് വന്ന് കയറിയപ്പോ ഇല്ലെന്ന് പറയണം. ഇപ്പൊ ആളെല്ലാം വന്ന് കയറിയപ്പോ ഇല്ലെന്നാണോ പറയണത്? എല്ലാരും പറയുന്നത് നല്ല ചിരിയാ. ഇല്ല കഞ്ഞി കുടിച്ചില്ല. കുറച്ച് കഞ്ഞി കഴിഞ്ഞിട്ട് കുടിക്കാന്ന് പറഞ്ഞു. ഒന്ന് വിശ്രമിക്കട്ടെ. ക്ഷീണ തലക്കേ. എന്ത് നല്ല ചിരിയാ. തലമുടി വളവൻ തന്നെ മുഖത്തെ ഐശ്വര്യായേ. കേട്ടോ നോക്കിക്കേ. നല്ല ചിരിയാ. നല്ല ക്യൂട്ടാ. നല്ല ക്യൂട്ട് അമ്മച്ചിയാ. അല്ല വെറുതെ അല്ല എല്ലാരും ഇഷ്ടപ്പെടുന്നത്. ആ ചിരിയിൽ അങ്ങ് മയങ്ങി വീഴും എല്ലാരും. ഈ ചിരിയിലേ എല്ലാരും മയങ്ങി വീഴുവാന്ന്. എന്നാ ഞാനും വരാം കിടക്കാം കേട്ടോ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ഞാൻ അവിടെ ഇരുന്നോ. ഇച്ചിരി വെള്ളം കൂടെ ഞാൻ കുടിച്ചിട്ട് വരട്ടെ. ആരുടെ? അവളുടെ വീട് ഇതല്ലേ? അവളുടെ വീട് ഇതാ. ആഹാ, അവളെ മറന്നുപോയാ? ഇല്ലേ? നമ്മുടെ മരുമോളല്ലേ?
ഇതാണെങ്കിൽ ഇപ്പം അധികം അകലമില്ലല്ലോ. ആ എലിക്കുട്ടിയുടെ മരുമോളല്ലേ? ഇവിടെ ആങ്ങളമാരൊക്കെ ഉണ്ടോ? ആരുടെ? ആങ്ങളമാരൊക്കെ ഇല്ലേ ആരുടെ? അവക്ക്? ആ ഒക്കെ ആങ്ങളമാരൊക്കെ ഉണ്ട്. അമ്മയും അപ്പനും ആ ഒക്കെ ഉണ്ട്. അവരുടെ വസ്ത്രം ആ അവളെ ഷാള. അവള് വല്ലപ്പോഴൊക്കെ ഒന്ന് കാണുമ്പോൾ ഒന്നും അറിയത്തില്ല. ആഹാ വല്ലപ്പോഴേ കാണുന്നുള്ളൂ. കൂടെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയുണ്ട്. ആ എന്നും ഇവിടെ ഉള്ള ആളാ. ഇപ്പം ബന്ധമുണ്ടെന്നല്ലാതെ വേറൊന്നുമില്ല. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.